സാറല്ലേ ആരുമില്ല അവിടെ? അച്ഛനെവിടെ? അമ്പലത്തിൽ പോയിരിക്കുക. അച്ഛൻ പൈസ തന്നിണ്ടാ? ഇല്ല. അടവൊന്നും തന്നിട്ടില്ല? ഇല്ല. 2 മാസമായി പൈസ അടച്ചിട്ട്. പൈസ അടയ്ക്കാൻ പറയൂട്ടാ. ആ പറയാം. 2 കൊല്ലമായി 16 ഇപ്പോൾ വാങ്ങിയിട്ട്. ഇപ്പോൾ മുതലുള്ള വട്ടിയുള്ള. ഒരു ചായ. മകളുടെ കല്യാണത്തിന് വേണ്ടി വാങ്ങിച്ച പണമില്ല, പലിശയില്ല, വീട്ടിൽ ചെന്ന ആളെയും കാണാനില്ല. ഇതൊരു നടക്കി പോവില്ല. എനിക്ക് പണിയൊന്നുമില്ല, ഞാൻ തന്നോളാം. തന്നോളാന്ന് പറയല്ലാതെ തരുന്നില്ലല്ലോ. കുറച്ച് സാവകാശം തന്നൂടെ? എന്ത് സാവകാശം? ഇനിയും നീട്ടാനാണ് ഭാവമെങ്കിൽ ഞാൻ വേറെ വഴി നോക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. രാജാവിനെ പോലെ ജീവിച്ചിരുന്ന ഒരാളായിരുന്നു. ഏക്കറക്കണക്കിന് കൃഷി, റബ്ബറൊക്കെ ഉണ്ടായിരുന്ന ആളാ. പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു മകൻ കാരണേ ഇപ്പൊ വാടക വീട്ടിലകത്ത് താമസിക്കണതേ. ഇപ്പൊ കണ്ടില്ലേ നമ്മള് ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരിങ്ങനെ കടക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഓരോ യോഗം. രഘു സാറേ. ആ രവിയോ, ഇരിക്കോ. ഞാൻ സാറിനോടൊരു കാര്യം പറയാൻ വന്നതാണ്. ആ. അങ്ങ് സ്കോളർഷിപ്പ് കൊടുത്ത് പഠിപ്പിക്കുന്ന 4 പിള്ളേരും മിടുക്കരാണ്. നന്നായി. അവരെങ്കിലും ആ പ്രദേശത്ത് നിന്ന് രക്ഷപ്പെടുമല്ലോ. അതെ, ചിലരങ്ങനെയാണ്, ആരും ശ്രദ്ധിക്കാതെ പോവും. അത്തരക്കാരെ മുൻനിരയിലേക്ക് കൊണ്ടുവരികയാണ് ശരിയായ രാഷ്ട്രീയം. ഓരോ വർഷവും ലക്ഷങ്ങൾ മുടക്കി ആ കുട്ടികളെ പഠിപ്പിച്ചിട്ട് സാറിന് എന്ത് കിട്ടാനാ? അങ്ങനെ കരുതരുത്. നമ്മുടെ കയ്യിൽ നിന്നുള്ളൊരു പങ്ക് നല്ല കാര്യത്തിന് വേണ്ടി മാറ്റിവെക്കണോ, അത്രേ ഉള്ളൂ. സാറിൻ്റെ ഈ നല്ല മനസ്സിനോട് ഞാൻ ഏറെ കടപ്പെട്ടിരിക്കുന്നു. മറ്റു രാഷ്ട്രീയക്കാരെ പോലെയല്ല രവിനെ ഞാൻ കാണുന്നത്. ഒരു നല്ല പാർട്ടി പ്രവർത്തകനായിട്ടാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു കാര്യത്തിന് വേണ്ടി മാത്രമേ രവി എന്നെ സമീപിക്കാറുള്ളൂ. ശരി, എന്നാൽ ഞാൻ ഇറങ്ങുന്നു. വില്ലേജിലൊന്ന് പോകാനുണ്ട്. ഓ, അവിടെ ഒരാളുടെ പട്ടയം ശരിയാക്കി കൊടുക്കാനുണ്ട്. എന്തെങ്കിലും സഹായം വേണമെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. എന്നാ ശരി. ശരി. അച്ഛൻ റെഡിയായില്ലേ? അച്ഛാ, അച്ഛാ. മോളെ, ആ ഏട്ടൻ വിളിക്കും. അച്ഛൻ വന്നിട്ട് വിളിക്കാന്ന് പറയൂട്ടോ. ആ.
ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം. ഈ സ്ഥലം നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ ഈ ഭാഗത്തായിട്ട് ഒരു ഓഡിറ്റോറിയം, അവിടെ ഒരു ഫ്ലാറ്റ്, അങ്ങനെ നമുക്കിതൊന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാം. എനിക്കിതിനെപ്പറ്റി ധാരണ ഒന്നുമില്ല. നിനക്ക് സമ്മതമാണെങ്കിൽ ചെയ്യാം. എന്താ തരും ചെയ്യാം. ഞാൻ ഏറ്റു, ആ കാര്യം ഞാൻ ഏറ്റു. ഇതൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കേണ്ട കാര്യം ഞാൻ ഏറ്റു. ഇനിയിപ്പോ രജിസ്ട്രേഷനോ മറ്റേ ബിൽഡിംഗ് വർക്കോ എല്ലാം ഞാൻ ഏറ്റെടുത്ത് നടത്തിക്കോളാം. ഇതിപ്പോ എന്റെ സ്നേഹിതന്റെ സ്ഥലമാണ്. നിങ്ങൾക്കിത് പറ്റില്ല എന്ന് വെച്ചാൽ നമുക്ക് അപ്പുറത്ത് വേറെ സ്ഥലം ഉണ്ടാകും നോക്കാം. അല്ല, ഇത് മതി. മതിയോ? നമുക്കിത് ഇഷ്ടായി. ഉറപ്പിക്കല്ലേ? ഇത് മതി. അങ്ങനെയാണെങ്കിൽ ഓ, പിന്നെ ധാരാളം. വേറെ ഓക്കേ, ഓക്കേ. നോക്കണ്ട. എന്നാ നമുക്കൊന്ന് തണുപ്പിച്ചാലോ? ആ, ജീവിതത്തിൽ നമ്മൾ സ്വപ്നം കാണുന്നതൊക്കെ എത്തിപ്പിടിക്കണം. എനിക്ക് വലിയ മോഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മകന് ജോലി കിട്ടിയപ്പോൾ ചിലതൊക്കെ ചെയ്തു മാത്രം. ഒക്കെ ദൈവത്തിന്റെ ഓരോ കളികളല്ലേ. ഞാൻ ഓർക്കുകയായിരുന്നേ നമ്മുടെയൊക്കെ ഇല്ലായ്മ കാലം. ഓ, അത് പിന്നെ മറക്കാൻ പറ്റുമോ? എത്ര എത്ര പൂരങ്ങൾക്കാ നമ്മൾ ഒരുമിച്ച് പോയിട്ടുള്ളത്. എനിക്ക് കലയും സംഗീതമൊന്നും അത്ര പിടുത്തല്ല, പക്ഷേ ഞാൻ കാണാറുണ്ട്. രഘുവായി മുമ്പ് നല്ല അസലായിട്ട് കൊട്ടിയായിരുന്നു. അത് പിന്നെ ഇല്ലാണ്ടിരിക്കോ? രഘുവിന്റെ ആശാമാരൊക്കെ പേര് കേട്ടവരല്ലേ. പിന്നെ അവരോടൊക്കെ ശിക്ഷത്വം സ്വീകരിക്കാൻ പറഞ്ഞാൽ തന്നെ വലിയ ഭാഗ്യല്ലേ. അതെ അതെ. വാദ്യലോകത്തൊക്കെ വലിയ മാറ്റം വന്നിട്ടുണ്ടേ. അന്നമനയുടെ ത്രയം, പല്ലാവൂർ ത്രയം, കുഴൂർ ത്രയം, അവരെല്ലാം അടിത്തറ പാകിയ പഞ്ചവാദ്യമല്ലേ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് പറ. പഴയ ആൾക്കാരൊക്കെ ഉണ്ടാക്കി വെച്ച സംഗീതം കല തന്നെ ഇവിടെ കൊള്ളൂ. ഇപ്പൊ തന്നെ ഞാൻ വർക്ക് ചെയ്യണ സംഗീത മേഖലയിൽ മുമ്പ് അർജുന മാഷ്, ദേവരാജ മാഷ്, ഓ. ബാബുക്ക, ഇപ്പൊ വിദ്യാധര മാഷ്, ഇവരൊക്കെ ചെയ്തു വെച്ച പാട്ടുകളല്ലേ ഇവിടെ ഉള്ളൂ. ഇപ്പോഴത്തെ കുട്ടികൾ പാടുന്ന പാട്ടുകൾ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാ? അവര് പാടി വെച്ച പാട്ടുകളുള്ളൂ ഇവിടെ. വേറെ നല്ല പാട്ടുകളില്ല. അത് എനിക്ക് അതെ പറയാം. അതെ അതെ, അങ്ങനെ തന്നെ. അതുപോലെ തന്നെ നമ്മുടെ മുളവാദ്യ രംഗത്ത് ഈ വിദേശ രാജ്യങ്ങളിലെ പോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലും അതുപോലെ കേരളത്തിലും ഇപ്പോൾ യുവാക്കൾ ഏറ്റെടുത്ത് കഴിഞ്ഞില്ലേ മുളസംഗീതത്തിന്. എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ കലാകാരന്മാരും രക്ഷപ്പെടണം. കാരണം അവരൊക്കെ രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്നവരാ. അല്ല രഘു, തനിക്കിപ്പോഴും കൈ വഴങ്ങുണ്ടോ? പിന്നല്ലാണ്ട് പഠിച്ചത് മറക്കാൻ കഴിയോ? നിങ്ങൾ 3 വാദ്യക്കാര് ഒരുമിച്ച് കിട്ടിയ സ്ഥിതിക്ക് നമുക്കൊന്നുകൊണ്ട് പിരിക്കാലോ. അതന്നെ. എന്നാ ഞങ്ങളൊന്ന് കാണട്ടെ. അതന്നെ. നമുക്ക് നോക്കാം. എന്നാ നോക്കാം. ആ, ആയിക്കോട്ടെ. അല്ല പിന്നെ കുട്ടേട്ട നല്ല കൊട്ടപ്പണിയിലാണല്ലോ. എന്തപ്പോ രണ്ടാൾ ഈ വഴിക്ക്? രഘുവേട്ടന്റെ വീട്ടിലൊന്ന് പോയതായിരുന്നു. എന്താ അവിടെ പോണ്ട കാര്യം? പണി അന്വേഷിച്ച് പോയതാ. എന്നിട്ട് പണി കിട്ടിയോ? 8ന്റെ പണിയില്ല കിട്ടിയത്. അതെന്താ അങ്ങനെ പറഞ്ഞേ? രഘുവിന്റെ മകൻ ചെയ്യില്ല അത്ര. ഇനി പുറലോകം കാണില്ലെന്ന് പറയണ. ആ ചെക്കനെ നാട്ടിലും വിദേശത്തും ആളുകളെ പറ്റിച്ച് അത്ര കാശുണ്ടാക്കി. എന്തോ വലിയ പ്രശ്നമാണ്. ഞാനും കേട്ടു. വീട് ജപ്തിയായിന്നോ സ്ഥലങ്ങളൊക്കെ ആരൊക്കെയോ പിടിച്ചെടുത്തു എന്നൊക്കെ പറഞ്ഞു കേട്ടു. ആ ചെക്കനെ കൂട്ടുകാർ ചയച്ചു എന്നാ കേട്ട്. അവരൊക്കെ നേരായി. ഇവന്റെ കാര്യം ഗോവിന്ദ. അയ്യോ, അങ്ങനെ വെച്ചപ്പോ കാര്യങ്ങളൊക്കെ കുടുങ്ങലോ. അവന്റെ മൂത്ത മകളുടെ കല്യാണല്ലേ വരാൻ പോണ്. അതിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അവന്റെ കൂട്ടുകാർ സഹായിക്കും. കാര്യങ്ങളൊക്കെ അറിയാലോ. ഞാനൊക്കെ വിഷമത്തിലാണ്. മൂത്ത മകളുടെ കല്യാണമാണ്. എന്നെ സഹായിക്കണം.
ഞാൻ തരാനുള്ള ലാഭങ്ങളൊക്കെ അപ്പപ്പ തന്നിട്ടുണ്ട്. നമ്മൾ വാങ്ങിച്ച വസ്തുവിൻ്റെ വിഹിതവും തന്നിട്ടുണ്ട്. ഓർമ്മല്ലേ? അറിയാം, ഒക്കെ സമ്മതിച്ചു. ഇതിപ്പോൾ മകളുടെ കല്യാണമായതുകൊണ്ടാ. നീ ചോദിച്ചത് മുഴുവൻ തരാൻ എൻ്റെ കയ്യിലുണ്ടാവില്ല. ഞാനൊരു 4 ലക്ഷം തരാം. ഉടനെ മടക്കി തരണം. നാളെ വീട്ടിലെത്തിക്കാം. രഘുവേട്ടാ, ആ രഘുവേട്ടാ, എങ്ങോട്ടാ? ടൗണിലേക്കാ. ഞാനും ആ വഴിക്കാ. ഇന്ന് കയറ്. ആ രഘുവേട്ടന് തിരക്കില്ലല്ലോ? ഏയ്, എന്നാ നമുക്ക് കുറച്ചു നേരം മാറിയിരുന്നാലോ? രഘുവേട്ടന് ഓർമ്മയുണ്ടോ നമ്മൾ പഠിക്കാൻ പോയിരുന്ന കാലത്ത് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വന്നിരുന്നത്? ഉം, അന്ന് ഞാൻ പറഞ്ഞതല്ലേ നമുക്ക് ഒരുമിച്ച് ജീവിക്കാമെന്ന്. ഉം. രഘുവേട്ടനാണ് അന്ന് പ്രശ്നം. അന്നും ഇന്നും ഒന്നും അല്ലാത്തവനാണ് രമേ ഞാൻ. അന്നും ഇന്നും എനിക്ക് ജോലിയുണ്ട്, ഇറങ്ങി വരാൻ തയ്യാറുമായിരുന്നു. പക്ഷേ രഘുവേട്ടനാണ് പ്രശ്നം. സുഖസൗകര്യങ്ങളിൽ ജീവിച്ചൊരു പെണ്ണിനെ ഞാനെങ്ങനെ ഇല്ലായ്മയ്ക്ക് ക്ഷണിക്കും? രഘുവേട്ടാ, ജീവിതം ഒന്നേ ഉള്ളൂ. അത് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ജീവിക്കുന്നതാണ് അതിൻ്റെ ത്രില്ല്. അല്ലെങ്കിൽ ആ ജീവിതം പോക്കാ. എനിക്ക് മനസ്സിലാവും. രഘുവേട്ടൻ അറിയോ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ? ഞാൻ അയാൾക്ക് വെറും കറവ പശു മാത്രമാണ്. എൻ്റെ പണത്തിലാണ് അയാളുടെ കണ്ണ്. എൻ്റെ കയ്യിൽ ഒന്നുമില്ല. എന്തെങ്കിലും ഒരു സന്തോഷം വേണ്ടേ? ഒന്നുമില്ല. നീയും കുടുംബവും കാനഡയിൽ സെറ്റിലായില്ലേ? അവിടെ സെറ്റിലായാലോ ഒക്കെ ആയോ? ഞാൻ അനുഭവിക്കുന്ന വേദന അത് രഘുവേട്ടൻ അറിയോ? ഞാൻ അനുഭവിക്കുന്ന ജീവിതം അത് രഘുവേട്ടൻ അറിയില്ല. എനിക്കൊന്നിനും കഴിഞ്ഞില്ല. അന്നും ഇന്നും രഘുവേട്ടന് ഒന്നിനും ആയില്ല. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. ഞാൻ കണ്ട സ്വപ്നങ്ങളെ ഇല്ലാതാക്കിയത് രഘുവേട്ടനാണ്. ഒരിക്കൽ അത് ഈ മുഖത്ത് നോക്കി പറയണമെന്നുണ്ടായിരുന്നു. ഇപ്പൊ ഒരു ഭാരം ഒഴിഞ്ഞതുപോലെ. പറഞ്ഞത് മറക്കണ്ട. രാവിലെ പണം കിട്ടിയില്ലെങ്കിൽ പിന്നെ ജയിലാവും നിനക്ക്. മോളെ, ആ അച്ഛൻ അമ്പലത്തിൽ പോയിട്ട് വരാട്ടോ. ഈ രാത്രിയിലോ? അമ്പലം പറിച്ചിണ്ടാവില്ലേ? പിന്നിപ്പോ എന്തിനാ പോകുന്നത്? അച്ഛാ, വേഗം വരണേ. തോൽപ്പിച്ചൂലേ? എല്ലാം കൊണ്ടും തോറ്റു. ഞാൻ അങ്ങോട്ട് വരികയാണ്. നിനക്ക് തരാൻ എൻ്റെ കയ്യിലൊന്നുമില്ല. ഞാൻ ഭൂമി ജീവിക്കുന്നില്ല. നിനക്ക് വേണത്തിനെ കൊല്ലാവും. ഞാൻ നിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങാൻ വന്നതല്ല. നീ പഠിപ്പിച്ച് മിടുക്കന്മാരാക്കിയ 4 പേര് എൻ്റെ വീട്ടിൽ വന്ന് നിൽപ്പുണ്ട്. നിന്റെ എല്ലാ പ്രശ്നങ്ങളും അവർ തീർക്കും. ഏയ്,